അരമണിക്കൂറിന് ശേഷം ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വിമാനം നീങ്ങിത്തുടങ്ങി. യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമാണ് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഒരു ദിവസത്തെ വിമാനങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓരോ മിനിറ്റിലും വിമാനം റൺവേയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിമാനത്താവളത്തിൽ നിന്ന് വലം വെച്ച് വിമാനം റൺവേയിലേക്ക് കയറി. വിമാനം അതിന്റെ കുതിപ്പ് തുടങ്ങി. അങ്ങനെ ഡൽഹിയുടെ മണ്ണിൽ നിന്നും വിമാനം ആകാശത്തേക്ക് ഉയർന്നു. ഉച്ച കഴിഞ്ഞ് 3:30 മണിയോടുകൂടിയാണ് അസമിലെ ഗുവാഹട്ടി എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയത്. രാവിലെ 9 മണിക്ക് കൊച്ചിയിൽ നിന്നും ആരംഭിച്ച യാത്രയാണ്. അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രക്കിടയിലാണ് ഗുവാഹട്ടി എയർപോർട്ടിൽ ഇറങ്ങിയത്. ഗുവാഹട്ടിയിൽ നിന്നും 7 മണിക്കൂർ ട്രെയിൻ യാത്രയാണ് അരുണാചൽ പ്രദേശിലേക്ക്. ലോക്പ്രിയ ഗോപിനാഥ് ബോർഡോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഈ എയർപോർട്ടിൻ്റെ മുഴുവൻ പേര്. ആസാമിലെ ഏറ്റവും വലിയ പട്ടണമാണ് ഗുവാഹട്ടി. എയർപോർട്ടൊക്കെ നല്ല മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നും 8 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് പിടിക്കാൻ പറ്റുള്ളൂ. ബസ് സ്റ്റോപ്പിലേക്ക് എത്താനുള്ള ഓട്ടോറിക്ഷ അന്വേഷിച്ചാണ് നടക്കുന്നത്. എയർപോർട്ടിൻ്റെ പരിസരമെല്ലാം നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത്. കുറേ നടന്നതിന് ശേഷമാണ് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ കാണുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് ഒരു പറഞ്ഞ ചാർജ് ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ ഇലക്ട്രിക് ഓട്ടോയിൽ കയറി ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കയറി. ഇപ്പോൾ ഗുവാഹട്ടി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുള്ളൂ. പക്ഷേ നല്ല സന്ധ്യ ആയിപ്പോൾ. ഇപ്പോൾ സമയം 5:30 മണിയായിട്ടുള്ളൂ വൈകുന്നേരം. ഇപ്പോഴേക്കും ഇവിടെ തന്നെ ഇവിടെ രാത്രിയായി.
ഇവിടുത്തെ റോഡുകളിലെ ഒരു കാഴ്ചയാണിത്. സൈക്കിൾ റിക്ഷകൾ. ഗുവാഹട്ടിയിലെ വൈകുന്നേരത്തെ കാഴ്ചകളാണിത്. ഒരുപാട് കാഴ്ചകൾ. എത്രയോളം ചുടുന്നുണ്ട്. ഞങ്ങൾ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടുത്തെ ഫുഡ് ഇതാണ്. തന്തൂരി റൊട്ടിയും ബബ്ജി കറിയും അതാണ് ഇവിടെ കിട്ടിയത്. അങ്ങനെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഞങ്ങൾ ട്രെയിൻ കാത്തുള്ള നിൽപ്പാണ്. രാത്രി 11 മണിക്കാണ് ട്രെയിൻ.